അച്ചപ്പം ഉണ്ടാക്കാനുള്ളൊരു പ്ലാൻ ഇട്ടപ്പോൾ പകുതി സാധനങ്ങളുമില്ല. തേങ്ങ ചിരണ്ടി പാലെടുക്കുന്ന കാര്യം അതിലും വലിയ മടി. പക്ഷേ ഉണ്ടാക്കാതിരുന്നില്ല കേട്ടോ. ആവശ്യം സൃഷ്ടിയുടെ മാതാവാണെന്നാണല്ലോ ചൊല്ല്. അങ്ങനെ ഉണ്ടായതാണ് ഈ ഈസി അച്ചപ്പം. ഏതായാലും ഒറിജിനലിനെ വെല്ലുന്ന അതേ സ്വാദ്. എത്ര സമയം ഇരുന്നാലും തണുത്തു പോവാത്ത നല്ല ക്രിസ്പി അച്ചപ്പം. ഈ അച്ചപ്പത്തിൽ ഞാനൊരു മുട്ട ചേർക്കുന്നുണ്ട്. മുട്ട ചേർക്കാത്ത അച്ചപ്പത്തിന്റെ റെസിപ്പി മുമ്പൊരിക്കൽ കാണിച്ചിട്ടുണ്ട്. അത് വേണ്ടവർക്ക് അത് നോക്കാം. ഏതായാലും ഇത് വളരെ ഈസി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ട്രൈ ചെയ്യാം. ഞാനിതിന് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര 4 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു സാധാരണ മധുരമേ ഉണ്ടാവുള്ളൂ. അച്ചപ്പത്തിന് അങ്ങനെ ഒരുപാട് മധുരത്തിന്റെ ആവശ്യമില്ല. ഈ മുട്ടയും പഞ്ചസാരയും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് കൊണ്ടോ ഫോർക്ക് കൊണ്ടോ ഒക്കെ മിക്സ് ചെയ്താൽ മതി. പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് അലിഞ്ഞു ചേരണമെന്നില്ല. നമ്മുടെ ബാക്കി മിക്സിംഗ് കൂടെയൊക്കെ കഴിയുമ്പോഴേക്കും പഞ്ചസാര നല്ല പോലെ അലിഞ്ഞു വന്നോളൂ. ഇപ്പം ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. പത്തിരി, ഇടിയപ്പം അതിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്. അരിപ്പൊടിയും എൻ്റെ കയ്യിൽ അല്പം കുറവാണ്. അപ്പോൾ അതിനും വഴി കണ്ടുപിടിച്ചു. ഇത് 1 കപ്പ് മൈദയാണ്. അപ്പോൾ അരിപ്പൊടിയുടെ കൂടെ മൈദയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊരു ലൂസായിട്ടുള്ള ബാറ്ററാണ് ആക്കേണ്ടത്. സാധാരണ നമ്മൾ അച്ചപ്പത്തിൽ ഒഴിക്കുക തേങ്ങാപ്പാലാണല്ലോ. തേങ്ങാപ്പാലൊന്നും എടുത്തിട്ടില്ല. ഇത് സാധാരണ പശുവിൻ പാലാണ്, റൂം ടെമ്പറേച്ചറിലുള്ള പാല്. അല്പം തണുത്ത പാലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചൂടുപാല് വേണ്ട. കുറേശ്ശെ പാലൊഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കാൻ പറ്റും. പാല് മതിയായിട്ടില്ല. ഇനി എൻ്റെ കയ്യിൽ ഇതാ ഇത്ര പാലേ ഉള്ളൂ. ഒരു 3 ടേബിൾ സ്പൂൺ കാണും. അത് കൂടി ചേർക്കാം. ഇതുകൊണ്ടും മതിയാവില്ലല്ലോ. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കോളൂ. ബാക്കി ഇനി പച്ചവെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ആവശ്യത്തിന് പാല് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ബാക്കിക്ക് പച്ചവെള്ളം ധാരാളം. കണ്ടോ, നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്റർ ആയിട്ടുണ്ട്. മൈദയും ഒട്ടും കട്ടയില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഭംഗിക്കും ഒരു ടേസ്റ്റിനും ഒക്കെ ആയിട്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. കറുത്ത എള്ള്. ആ എള്ള് എണ്ണയിൽ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണവും ഒരു എക്സ്ട്രാ ടേസ്റ്റും ഒക്കെ കിട്ടും. ഒരല്പം കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. കുറച്ചുകൂടെ ലൂസായിട്ടാണ് വരേണ്ടത്. ഏതാണ്ട് പാലിനോടൊപ്പം തന്നെ ഞാൻ വെള്ളവും ചേർത്തിട്ടുണ്ട്. ഇപ്പം ദാ ഇതുപോലെ ലൂസായിട്ടുള്ളൊരു ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനായിട്ട് ദാ ഇങ്ങനെ ചെയ്താൽ മതി. നമ്മൾ ഇട്ടിരിക്കുന്ന സ്പൂണിൻ്റെ പുറകിലൊരു വര വരച്ച് നോക്കുക. ആ വര നല്ല തെളിഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റ് ആണെന്ന് അർത്ഥം. ഇനി ഇത് റെസ്റ്റിന് വെക്കുകയൊന്നും വേണ്ട. നമുക്കിപ്പം തന്നെ അച്ചപ്പം റെഡിയാക്കാം. അച്ചപ്പം ഉണ്ടാക്കാനുള്ള എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഓയിലോ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലാവാം. ഞാനിപ്പോൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. കൂട്ടത്തിൽ അച്ചും ഇട്ട് വയ്ക്കാം. അതുകൂടി ഒന്ന് ചൂടാവട്ടെ. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ അച്ചാണ്. ഇരുമ്പിൻ്റെ അച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ആവശ്യം കഴിഞ്ഞ് എണ്ണയൊക്കെ പുരട്ടി വെക്കണം. ഇല്ലെങ്കിൽ തുരുമ്പ് പിടിക്കും. എണ്ണ ഇപ്പോൾ ചൂടായി വരുന്നുണ്ട്. ഒരു മീഡിയം ചൂട് മെയിൻറ്റെയിൻ ചെയ്യുക. തീ കൂടുതലാണെന്ന് തോന്നിയാൽ മാത്രം കുറച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് തട്ടിക്കളഞ്ഞ ശേഷം ദാ ഇതുപോലെ മാവിൽ മുക്കുക. ഒരു 3/4 ഭാഗം മാത്രമേ മുക്കാവൂ. എന്നിട്ട് നമ്മുടെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അച്ചപ്പം അച്ചിൽ നിന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി എണ്ണയിലിട്ട് അച്ച് ചൂടാക്കിയ ശേഷം വേണം ഇനിയും മാവിലേക്ക് മുക്കിയെടുക്കാൻ. എണ്ണ ഒന്ന് കുടഞ്ഞു കളഞ്ഞിട്ട് മാവിൽ മുക്കാം. അച്ച് മുഴുവനായി മുക്കരുത്. അപ്പോൾ വിട്ട് കിട്ടില്ല. 3/4 ഭാഗം മാത്രമേ മുക്കാവൂ. ഇതുപോലെ അല്പം വട്ടത്തിലുള്ളൊരു പാൻ എടുത്താൽ നമുക്ക് 2ഓ 3ഓ ഒക്കെ ഒരേ സമയത്ത് തന്നെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ കുട്ടികൾ വിശക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചപ്പമാണിത്. ഇനി ഇതിൻ്റെ അച്ച് കയ്യിലില്ലാത്തവർ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചാലും തെറ്റില്ല. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരവുമാണ്. ഉണ്ടാക്കാൻ ഇപ്പോൾ എളുപ്പവിദ്യയും പഠിച്ചല്ലോ. തിരിച്ചും മറിച്ചും ഇട്ട് 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അച്ചപ്പത്തിൻ്റെ ആ ഹോൾസ് ഒക്കെ താഴെ വരുന്ന വിധത്തിൽ വേണം എടുക്കാനും ടിഷ്യൂ പേപ്പറിലേക്ക് വെക്കാനും. അപ്പോൾ എണ്ണ കംപ്ലീറ്റ് ആയിട്ട് വലിഞ്ഞു പോയിക്കോളും. ഒരല്പം എക്സ്പേർട്ടായി കഴിയുമ്പോൾ 3ഓ 4ഓ ഒക്കെ നമുക്ക് ഒരുമിച്ചിടാനും സാധിക്കും.
ഈ ഇത്രയും മാവ് കൊണ്ട് ഏതാണ്ട് 25 മുതൽ 30 വരെ അച്ചപ്പം നമുക്ക് ഇതിൽ നിന്ന് റെഡിയാക്കാം. മാവ് കുറഞ്ഞു വരുമ്പോൾ മാവ് ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് അതിൽ മുക്കിയെടുക്കുക. അപ്പോൾ അവസാനം വരെ നമുക്ക് ഈ മാവ് ഉപയോഗിക്കാൻ സാധിക്കും. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണല്ലോ. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്കും പറയുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.